കുട്ടികളെ, ഇത് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്തെ MCQ സീരീസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സീരീസിലെ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ, കൂടാതെ ലെവൽ 1 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ തന്നിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഇവിടെ പറയും. അപ്പോൾ ഈ ലെവൽ 2 ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് 18 ഇലക്ട്രോൺ റൂള് പഠിക്കണം, അതേപോലെ തന്നെ EAN റൂൾ ഉണ്ട്, അതേപോലെ തന്നെ ദാറ്റ് ഈസ് വാലൻസ് ബോണ്ട് തിയറി. ഈ 3 കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ്, ഈ ലെവലിലെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഉള്ള 10 ക്വസ്റ്റ്യൻസ് പറയാം. അവസാനം ലെവൽ 1 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും പറയാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദി വാല്യൂ ഓഫ് എക്സ് ഇൻ COX ടൈംസ് പ്ലസ് സച്ച് ദാറ്റ് ഇറ്റ് ഒബേസ് 18 ഇലക്ട്രോൺ റൂൾ ഈസ് 6 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ഈ 18 ഇലക്ട്രോൺ റൂളും EAN റൂളും അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രത്യേകിച്ചും പഠിക്കണമെങ്കിൽ നിങ്ങൾ ആ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 അറിയാം. ഇത് 3ാം ഗ്രൂപ്പ് എലമെന്റ് അല്ലെ. ഫസ്റ്റ് ആൽക്കലി, ദെൻ സെക്കൻഡ് ആൽക്കലിൻ എർത്ത് മെറ്റൽസ്. ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ 26, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ഇത് 27, ഇത് 28, 29, 30 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അയണിന്റെ താഴെ വരുന്ന അല്ലെങ്കിൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി അത് ഒരു ഗ്രൂപ്പിലാണെന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ അറ്റോമിക് നമ്പർ എത്ര ഉണ്ടാവും അറിയാം. ഈ 30ന്റെ കൂടെ ഒരു 18 കൂട്ടുക, അപ്പൊ യു വിൽ ഗെറ്റ് 48 കിട്ടും. മെർക്കുറി കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ ഒരു 32 കൂട്ടുക, അപ്പൊ ഇവിടെ ഗെറ്റ് 80 കിട്ടും. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 32 കൂടുമ്പോൾ 80 കിട്ടും. ഇത് 26, അങ്ങനെയാകുമ്പോൾ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? 18 കൂട്ടിയാൽ വടി ഗെറ്റ് 44 ആണ് കിട്ടുക. 32 കൂട്ടിയാൽ വടി ഗെറ്റ് 76 കിട്ടും. ഇനി ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൊബാൾട്ട്, റോഡിയം, ഇറിഡിയം, നിക്കൽ, പലേഡിയം, പ്ലാറ്റിന, കോപ്പർ, സിൽവർ, ഗോൾഡ. അപ്പൊ ഇതിന്റെ കൂടെ 18 കൂട്ടുക, ദെൻ 32 കൂട്ടിയാൽ ഓരോന്നിന്റെയും അറ്റോമിക് നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഗ്രൂപ്പിലാണ് തന്നിരിക്കുന്ന ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും. അപ്പൊ 26, ഇപ്പൊ ഇത് 45 ആയിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി. ഇത് 46 ആയിരിക്കും, ഇത് 47 ആയിരിക്കും, 48 ആയിരിക്കും, ഇത് 77 ആയിരിക്കും, ഇത് 78 ആയിരിക്കും, ഇത് 79 ആയിരിക്കും, 80 ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഗ്രൂപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാകുമ്പോ എന്താണ് 18 ഇലക്ട്രോൺ റൂൾ പറയുന്ന കാര്യം? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടില് സെൻട്രൽ മെറ്റൽ ആറ്റം അതിന്റെ വാലൻസ് ഇലക്ട്രോണില് 18 ഇലക്ട്രോൺസ് കിട്ടുകയാണെങ്കിൽ അത്രയും കോംപ്ലക്സുകളൊക്കെ സ്റ്റേബിൾ ആയിരിക്കുമെന്നാണ് 18 ഇലക്ട്രോൺ റൂൾ പറയുന്നത്. എങ്ങനെയാണ് ബാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, കൊബാൾട്ടിന്റെ കേസ് തന്നിരിക്കുക. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. നമ്മൾ ഇതിന്റെ കോൺഫിഗറേഷൻ പറയുമ്പോൾ 1s2, 2s2, 2p6, now 3s2, 3p6, then 3d7, 4s2 ആണ്. നിങ്ങൾക്കറിയാം, ഈ കൊബാൾട്ട് കെമിക്കൽ ബോണ്ടിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ 4s ഇലക്ട്രോൺസുകളും പങ്കെടുക്കാറുണ്ട്, 3d ഇലക്ട്രോൺസും പങ്കെടുക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ വാലൻസ് ഇലക്ട്രോൺ ഈസ് നത്തിങ് ബട്ട് കെമിക്കൽ ബോണ്ടിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ കൊബാൾട്ടിന്റെ കേസിൽ അതിന്റെ വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം 9 ആണ്. മനസ്സിലാക്കാം. അപ്പൊ നിക്കൽ ആകുമ്പോൾ 3d8 4s2 ആയിരിക്കും അല്ലെ, അപ്പം 10 ആയിരിക്കും. കോപ്പർ ആകുമ്പോൾ 3d10 4s1 ആ, അങ്ങനെയാകുമ്പോൾ അതിന്റെ നമ്പർ 11 ആയിരിക്കും, ഇത് 12 ആയിരിക്കും. ഇറ്റ്സ് നത്തിങ് ബട്ട് അതിന്റെ ഗ്രൂപ്പ് നമ്പർ അറിയാമെങ്കിൽ തന്നെ അതിന്റെ ബാലൻസ് ഇലക്ട്രോൺസ് പറയാൻ പറ്റും. സ്കാൻഡിയം ആകുമ്പോൾ ഗ്രൂപ്പ് നമ്പർ ഫസ്റ്റ് ആൽക്കലി മെറ്റൽസ്, നെക്സ്റ്റ് ആൽക്കലിൻ എർത്ത് മെറ്റൽസ്. അപ്പൊ സ്കാൻഡിയം ആകുമ്പോൾ ഗ്രൂപ്പ് നമ്പർ 3.
അപ്പം 3 ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് വെച്ചാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പറാണ്. അപ്പൊ ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8. അതായത് ഡി ഇലക്ട്രോൺസിനും നമ്മൾ കൗണ്ട് ചെയ്യണം, അതേപോലെ തന്നെ ആരെയും കൗണ്ട് ചെയ്യണം, ഈ എസ് ഇലക്ട്രോൺസിനെയും കൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ് ബാലൻസ് ഇലക്ട്രോൺസ്. അങ്ങനെയാകുമ്പോൾ ഇതിന് 9 ബാലൻസ് ഇലക്ട്രോൺ എങ്കിൽ ഇതിനും 9 തന്നെയായിരിക്കും, ഇതും 9 തന്നെയായിരിക്കും. ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മേലെയുള്ള എലമെന്റ്സിന്റെ ബാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം അറിയാമെങ്കിൽ ബാക്കി എല്ലാത്തിന്റെ ബാലൻസ് ഇലക്ട്രോൺസ് പറയാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ EN റൂൾ പറഞ്ഞ കാര്യം ഇതാണ്. ഒരു മോളിക്യൂളിൽ 18 ഇലക്ട്രോൺസ് കിട്ടുക ഒന്നതിന്റെ ബാലൻസ് ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്യണം, അതേപോലെ തന്നെ ലിഗാൻഡുകൾ കൊടുക്കുന്ന ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 29 ആണ്. അങ്ങനെയാകുമ്പോൾ അത് 11ാം ഗ്രൂപ്പാണ്, അതുകൊണ്ട് അതിന്റെ ബാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 11 ആണ്. 11 ഇലക്ട്രോൺസ് അതിന് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇവിടെ കോപ്പറിന് ഒരു പ്ലസ് ചാർജ് ഇല്ലേ? അങ്ങനെയാകുമ്പോൾ എത്ര ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവുള്ളൂ? 10 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഇത് 8 ഇലക്ട്രോൺസ് റൂൾ ഒബേ ചെയ്യണമെങ്കിൽ ഒരു 8 ഇലക്ട്രോൺസും കൂടി അതിന് വേണം. ആ 8 ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റുക ആർക്കാണ് കൊടുക്കാൻ പറ്റുക? നമ്മളെ ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡിനെ കൊടുക്കാൻ പറ്റുക. കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്കറിയാം മോണോഡെൻഡേറ്റ് ലിഗാൻഡാ. അങ്ങനെയാകുമ്പോൾ അങ്ങനത്തെ എത്ര ലിഗാൻസ് കൊടുക്കണം? 4 ലിഗാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് 8 ഇലക്ട്രോൺസിന് കിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ 10 ഇലക്ട്രോൺസ് അവിടുന്ന് കിട്ടണം. ഒരു 8 ഇലക്ട്രോൺസ് കിട്ടണമെങ്കിൽ അങ്ങനെയാകുമ്പോൾ 4 ലിഗാൻസ് വേണം. ഓരോ ലിഗാൻസും 2 ഇലക്ട്രോൺസ് വീതം കൊടുക്കും. അപ്പൊ 4 ലിഗാൻസിനെ കൊടുത്താൽ ഓക്കെയാണ്. Therefore the answer here it is, that is 4 ആണ് ഇവിടുത്തെ ആൻസർ. യു ഗെറ്റ് ദി ഐഡിയ? ഓക്കെ. ഇനി ഈ മോളിക്യൂളിന്റെ തന്നെ EAN കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കുക. EANന്റെ ഫുൾ ഫോം എഫക്റ്റീവ് അറ്റോമിക് നമ്പറെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നേരത്തെ നമ്മൾ 18 ഇലക്ട്രോൺസ് റൂൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ EAN കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ കണ്ടുപിടിക്കാം. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. എന്നിട്ട് ഈ കോപ്പറിന് ഇവിടെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലേ? ദാറ്റ് ഈസ് ഇവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. കാരണം ഇവിടെ ഒരു പുറത്തെ ഒരു +1 ഉണ്ട്. കാർബൺ മോണോക്സൈഡിന് ചാർജ് ഇല്ല, അതുകൊണ്ട് പ്ലസ് പുറത്തുണ്ട്. അതിന്റെ അർത്ഥം കോപ്പറിന്റെ പ്ലസ് ആണെന്നാണ് അല്ലേ? ആ അറ്റോമിക് നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറക്കുക. പ്ലസ് ഈ ലിഗാൻസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. ഓരോ കാർബൺ മോണോക്സൈഡും 2 വീതം ഇലക്ട്രോൺസിനെ കൊടുക്കും. 4 × 2. ഇതാ കിട്ടുന്ന ആൻസർ ഇവിടെ 28 + 8 ആണ്. ദാറ്റ് ഈസ് വിൽ ഗെറ്റ് 36 ആണ്. നിങ്ങൾക്കറിയാം പീരിയോഡിക് ടേബിൾ നോബിൾ ഗ്യാസ് ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഹീലിയത്തിന്റെ അറ്റം നമ്പർ 2, നിയോൺ 10 ആണ്, ആർഗൺ 18 ആണ്, ഇത് 36 ആണ്, സിനോൺ 54 ആണ്, ഇത് 86 ആണ്. ഈ കിട്ടുന്ന നമ്പർ ഈ പറഞ്ഞിരിക്കുന്ന നോബിൾ ഗ്യാസിന്റെ ഏതെങ്കിലും അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണെങ്കിൽ അത്ര മോളിക്കൂളൊക്കെ സ്റ്റേബിൾ ആണെന്നാണ് EAN റൂൾ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ നമുക്ക് 36 കിട്ടിയില്ലേ? 36 കിട്ടിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോണിന്റെ ഈ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്. ദാറ്റ് ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ EAN കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ പല കേസിലും EAN ഫോളോ ചെയ്യണം നിർബന്ധമില്ല. കാരണം EAN പൂർണ്ണമായിട്ടും എല്ലായ്പ്പോഴും എന്താവുന്നില്ല, ശരിയാവുന്നില്ല. എന്നിരുന്നാലും പരീക്ഷയ്ക്ക് നിങ്ങളോട് EAN കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് പല ക്വസ്റ്റ്യൻസിലും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി EAN ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ്? ഇതൊരു കാർബോണിൽ കോമ്പൗണ്ട്സ് ആണ്. പോളി ന്യൂക്ലിയർ കാർബോണിൽസ് ആണ്. ഐ മീൻസ് 3 മെറ്റൽ ആറ്റം ഉണ്ട് അല്ലെ? അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഈ കോമ്പൗണ്ടിന്റെ EAN നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ മെറ്റൽ ആറ്റങ്ങളെല്ലാം എടുത്ത് നോക്കുക. ഇവിടെ മാംഗനീസ്, അയേൺ, മാംഗനീസ് ആണ്. ഇവിടെ മാംഗനീസിന് ചാർജ് ഇല്ലല്ലോ. കാർബൺ മോണോക്സൈഡിന് ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരൊറ്റ ആറ്റത്തിനും എന്തില്ല, ചാർജ് ഇല്ല. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 അങ്ങനത്തെ 2 മാംഗനീസ് ഉണ്ട്. അപ്പൊ 2 × 25 ആണ് മാംഗനീസിന് മൊത്തം കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. 2 × 25 പ്ലസ് അയേണിന്റെ അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് 26 ആണ് അല്ലെ? 26ഉം കൂട്ടുക. പ്ലസ് ഇനി ഇവിടുത്തെ ലിഗാൻസിന്റെ എണ്ണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ലിഗാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് 14 × ദാറ്റ് ഈസ് 2. ഓരോ ലിഗാൻഡുകളും 2 ഇലക്ട്രോൺസ് വീതം കൊടുക്കും. പ്ലസ് അടുത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എത്ര മെറ്റൽ ബോണ്ട് നോക്കാം. ഇവിടെ M F നമ്മളൊരു മെറ്റൽ ബോണ്ട് ഉണ്ട് അല്ലെ? ഇവിടെയും മെറ്റൽ ബോണ്ട് ഉണ്ട്. ഓരോ മെറ്റൽ ബോണ്ടും 2 ഇലക്ട്രോൺസിനെ വീതം കോൺട്രിബ്യൂട്ട് ചെയ്യണം EANൽ. അങ്ങനെയാകുമ്പോൾ 2 മെറ്റൽ ബോണ്ട് ഉണ്ടെങ്കിൽ 2 ഗുണിക്കണം 2 4 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ടോട്ടൽ കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 50 കിട്ടും. പ്ലസ്
26 is there plus 14 into 2 you will get 28 കിട്ടും plus 2 into 2 you will get 4 കിട്ടും. 50 26 4 30 that is 80 80ഉം 28ഉം 108 മൊത്തം കിട്ടുക. 108 എന്നത് ഇവിടുത്തെ 3 മെറ്റലുകൾക്കും മൊത്തത്തിൽ അവകാശപ്പെടാൻ പറ്റുന്ന നമ്പറാണ് 108. അങ്ങനെയാകുമ്പോൾ ഒരു മെറ്റലിന് എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 3 മെറ്റൽസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു മെറ്റലിന് എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 108/3 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 36 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ EAN 36 ആയിരിക്കും. അതായത് 3 മെറ്റലുകൾ ഡിഫറെന്റ് ആണെങ്കിൽ പോലും അതിന് നമുക്ക് 3 മെറ്റൽസിന്റെ വാല്യൂ നമുക്ക് 3x ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂ 108/3 you will get 36 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി metal bonds are present in CO 4 times CO 12 times molecule? ഇവിടെയുള്ള മെറ്റൽ ബോൺസിന്റെ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പൊ മെറ്റൽ ബോൺസിന്റെ എണ്ണം കിട്ടിയാൽ മാത്രമേ നമുക്ക് EAN കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കൊബാൾട്ടിന്റെ EAN എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ആദ്യം നമ്മൾ മെറ്റൽ ബോൺസിന്റെ എണ്ണം കാണണം. മെറ്റൽ ബോൺസിന്റെ എണ്ണം കാണാൻ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദാറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ദാറ്റ് n ഈസ് ഈക്വൽ ടു മെറ്റൽ ബോണ്ടിന്റെ എണ്ണമാണ് 18 into n മൈനസ് x ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി എന്താണ് n എന്ന് പറഞ്ഞാൽ? n എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ആണ്. എത്ര മെറ്റൽ ആറ്റം ഉണ്ട്? ഇവിടെ ഇപ്പോൾ 4 കൊബാൾട്ട് അല്ലേ ഉള്ളത്. അങ്ങനെയാകുമ്പോൾ 4 ആണ് അവിടുത്തെ n. എന്താണ് x എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് n ഇൻറ്റു അവിടുത്തെ നമ്പർ ഓഫ് മെറ്റൽ ആറ്റത്തിനെ കൊണ്ട് നമ്മൾ അവയുടെ ബാലൻസ് ഇലക്ട്രോൺ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് അതേപോലെ തന്നെ 2 ഇൻറ്റു അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗിവൺ ബൈ ലിഗാൻസും കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഈ കേസിലാണെങ്കിൽ 18 into 4 അതായത് 18 n ഈസ് ഈക്വൽ ടു 18 into 4 മെറ്റൽ ആറ്റം അല്ലേ ഉള്ളത്. ഇപ്പൊ 18 into 4. എക്സിന്റെ എണ്ണം നിങ്ങൾക്കറിയാം, കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27 അല്ലെ. അങ്ങനെയാകുമ്പോൾ അതിന്റെ ബാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 9 ആയിരിക്കൂലേ. എപ്പോഴും ഈ അറ്റോമിക് നമ്പർ കിട്ടിയാൽ അതിന്റെ ബാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം കാണാൻ 2 കൂടി കൂട്ടിയാൽ മതി. കാരണം 27 3d7 ഉണ്ടാവും, പിന്നെ 4s2 ഉണ്ടാവും. അപ്പൊ ഈ 2 9 ആയിരിക്കും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ് കാണാൻ വേണ്ടിയിട്ട് 4 കൊബാൾട്ട് അല്ലേ ഉള്ളത്. 4 ഇൻറ്റു ബാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാ? 9 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗിവൺ ബൈ ലിഗാൻസ്. ഇവിടെ 12 കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അപ്പോൾ ഓരോ കാർബൺ മോണോക്സൈഡ് 2 ഇലക്ട്രോൺസ് വീതം വെച്ച് കൊടുക്കുന്നു. അപ്പൊ 12 ഇൻറ്റു 2 വിൽ ഗെറ്റ് 4 9 36 പ്ലസ് 12 ഇൻറ്റു 2 24. അപ്പൊ 36ഉം 24ഉം ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്ര കിട്ടുക? 60 കിട്ടും. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 4 മൈനസ് 60 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. 18 4 എത്ര കിട്ടുക? 72 കിട്ടുക അല്ലെ. 36 72 മൈനസ് 60/2. 72 മൈനസ് 60 വിൽ ഗെറ്റ് 12/2 യു വിൽ ഗെറ്റ് 6 ആണ് കിട്ടുക. എന്ന് വെച്ചാൽ ഈ കേസിൽ 6 മെറ്റൽ ബോണ്ട് ഉണ്ടാവും. അതായത് നിങ്ങളൊരു സ്ട്രക്ചറിൽ ഏകദേശം സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ അപ്പം 4 കൊബാൾട്ട് ഇങ്ങനെ വരച്ചാൽ ഈ 4 ബോണ്ട് മാത്രമല്ല, കൂടാതെ ഇങ്ങനത്തെ ഒരു ബോണ്ടുകൾ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ 1 മെറ്റൽ 2 മെറ്റൽ 3 4 5 6 മെറ്റൽ ബോണ്ട് ഇവിടെ ഉണ്ടായിരിക്കണം. ബാക്കി നിങ്ങൾ അത് ബൈ ഹാർട്ട് ഇരുന്ന് വരക്കേണ്ടി വരും. അതിന് ഷോർട്ട് കട്ട് മെത്തേഡ് എനിക്ക് അറിയില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ മെറ്റൽ ബോണ്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ EAN കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ്, അതായത് ഒരു കൊബാൾട്ടിന് 27 ഇൻറ്റു 4 പ്ലസ് ഇവിടെ മെറ്റൽ 6 മെറ്റൽ ബോണ്ട് ഉള്ളതുകൊണ്ട് 6 ഇൻറ്റു 2 പ്ലസ് 12 ലിഗാൻഡ് ഉള്ളതുകൊണ്ട് 12 ഇൻറ്റു 2 ചെയ്താൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂനെ നമ്മൾ 4 മെറ്റൽ ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിന്റെ EAN. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. The d orbitals participates in dsp2 hybridization is, അതാണ് ചോദ്യം. അപ്പോൾ ഇത് പറഞ്ഞതിന് മുന്നേ നമ്മൾ VBTയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ തന്നിരിക്കുന്ന കോംപ്ലക്സിൽ 2 ലിഗാൻസ് ആണ് ഉള്ളത് എങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp ആയിരിക്കും. മാത്രമല്ല ലീനിയറോ ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കാം. ഉദാഹരണം Ag NH3 twice Cl, ഇതൊരു കോംപ്ലക്സാ. ഇവിടെ 2 ലിഗാൻസ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും വേറൊരു ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ ആലോചിക്കേണ്ട, അത് sp ആയിരിക്കും.
3 ലിഗാൻസ് വരുന്നതെങ്കിൽ അത് sp2 ആയിരിക്കും. ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം, HgI3 മൈനസ്. 4 ലിഗാൻസ് വരികയാണെങ്കിൽ ആണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ sp3 ആയിരിക്കും, അല്ലെങ്കിൽ dsp2 ആയിരിക്കും. sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, dsp2 ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. dsp2 ഇപ്പൊ ചോദിക്കുന്ന dsp2 ഉപയോഗിക്കുന്ന ഏത് d ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്? n-1 dx² - y². എന്താ n-1 മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4s ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പൊ 3Dയിലുള്ള d ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 3D ആകുമ്പോൾ n-1 അല്ല, ഇതിനെക്കാട്ടൊന്ന് കുറവല്ലേ 3Dക്ക്. അപ്പൊ n-1 dx² - y². 5 ലിഗാൻസിൽ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 4 ലിഗാൻസ് വരുന്ന കേസിൽ ഉദാഹരണം NiCO4 ടൈംസ് വരാതിരിക്കാം. ഇതിനും സാധ്യതയുണ്ട്, ഇതിനും സാധ്യതയുണ്ട്. അത് പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. 5 ലിഗാൻസ് വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ FeCO5 ടൈംസ് ആയിക്കോട്ടെ. അങ്ങനെയാകുമ്പോൾ 2 പോസിബിലിറ്റികളിൽ ഒന്നുകിൽ sp3d അല്ലെങ്കിൽ dsp3. sp3d ആണെങ്കിൽ ഉപയോഗിക്കുന്ന d ഓർബിറ്റൽസ് n-dz², അതായത് പിന്നെ 4Dയിലുള്ള d ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കുക. n-1 dz² ആണെങ്കിൽ ദാറ്റ് ഈസ് ഇതിന്റെ മുന്നത്തെ, അത് ഇന്നർ ആയിട്ടുള്ള d ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കുക. 2 തന്നെയാണെങ്കിലും ഷേപ്പ് ട്രയഗണൽ ബൈപിരമിഡൽ ആയിരിക്കും, ഓർത്ത് വെച്ചോളൂ. 6 ലിഗാൻസ് വരുന്നത് എങ്കിൽ ഫോർ എക്സാമ്പിൾ CONH3 6 ടൈംസ് ഇതാ വരുന്നത് എങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് 2 മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ടേ. ഉപയോഗിക്കുന്ന d ഓർബിറ്റൽസ് dx² - y² dz² ആയിരിക്കും. ഇവിടെയാണ് d വരുന്നത് എങ്കിൽ, ഇനി ഉള്ളിലത്തെ d ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് d2sp3 ആണെങ്കിൽ n-1 dx² - y² dz² ആയിരിക്കും. അതേപോലെ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കുക, ലിഗാൻഡുകൾ 2 തരത്തിലുണ്ട്. സ്ട്രോങ് ലിഗാൻഡ് ഉണ്ട്, വീക്ക് ലിഗാൻഡ്സ് ഉണ്ട്. സ്ട്രോങ് ലിഗാൻഡിന് എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് CN- ഗ്ലൈസിനേറ്റോ DMG EN NO2- PPH3 ട്രൈഫിനൈൽ ഫോസ്ഫീൻ. വീക്ക് ലിഗാൻഡ്സിന് എക്സാമ്പിൾ അമോണിയ. പക്ഷെ അമോണിയ ചില സമയത്ത് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും. എസ്പെഷ്യലി ക്രോമിയത്തിന്റെയും കൊബാൾട്ടിന്റെയും കോംപ്ലക്സുകളിൽ അമോണിയ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. H2O F- Cl- Br- I- NO3- SCN- NO+, നൈട്രോസോണിയം അയോൺ, ഇവന്മാരൊക്കെ വീക്ക് ലിഗാൻഡ്സ്. ഇവ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ചില കേസിൽ അത് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ദി d ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ dsp2 ഹൈബ്രിഡൈസേഷൻ ഈസ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ദാറ്റ് ഈസ് n-1 ആയിരിക്കും. ഉള്ളിലത്തെ d ആണ് ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് അത് dx² - y². ഇതിന്റെ പ്രത്യേകത എലോങ് ദി ആക്സിൽ കിടക്കുന്ന d ഓർബിറ്റൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. x ആക്സിന്റെ മേലെയും y ആക്സിന്റെ മേലെയും കിടക്കുന്ന d ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. The complex PtCN42- and NiCl42- respectively are. അപ്പൊ നമ്മുടെ VB2 കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഏകദേശം VB2 പറ്റി അറിയാമായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28 ആണ്, അതറിയാം. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ നിക്കലും പലേഡിയവും പ്ലാറ്റിനവും സെയിം ഗ്രൂപ്പിൽ. അപ്പൊ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്ലാറ്റിനത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിക്കലിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ പറയുമ്പോൾ 28 ആണ്. ഇതിന്റെ കോൺഫിഗറേഷൻ 3d8 4s2 ആണ് കോൺഫിഗറേഷൻ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ക്ലോറിന്റെ ചാർജ് -1, Cl-ന് -1. അങ്ങനെയാകുമ്പോൾ ഇദ്ദേഹത്തിന് +2 ചാർജ് വേണം. അങ്ങനെ മാത്രമേ പുറമേ 2- കിട്ടുള്ളൂ. അപ്പൊ +2 മീൻസ് 2 ഇലക്ട്രോൺസ് നഷ്ടമാകണം. ദാറ്റ് ഈസ് 3d8 ആയിരിക്കും അതിന്റെ കോൺഫിഗറേഷൻ. 3d8 2 3 5, അതായത് 3d8 വരക്കുമ്പോൾ 2 3 4 5 6 7 8 ഇതാണ്. 2 ഇലക്ട്രോൺസുകൾ അൺപെയർഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ 4s ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ 4p ഉണ്ട്. ലിഗാൻഡിനെ പറ്റി ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത് ക്ലോറിൻ വീക്ക് ലിഗാൻഡ് അല്ലേ? വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് അറേഞ്ച്മെന്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും നിങ്ങൾ നടത്തണ്ട. ഉള്ള സ്ഥലത്ത് നിങ്ങൾ പിന്നെ ബോണ്ട് ഫോം ചെയ്താൽ മതി. ഇപ്പൊ 4 ലിഗാൻഡ്സ് അല്ലേ, 4 വന്നിരിക്കുന്നത്. അപ്പൊ 4 വരുമ്പോൾ 2 പോസിബിലിറ്റികൾ, ഒന്നുകിൽ dsp2 അല്ലെങ്കിൽ sp3 എന്ന കാര്യങ്ങളോട് പറഞ്ഞേക്കും. ലിഗാൻഡ് വീക്ക് ആയതുകൊണ്ട് ഈ s ഓർബിറ്റലും 3p ഓർബിറ്റലും ഉപയോഗിച്ചാൽ മതി, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടത്തണ്ട. അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് കിട്ടുക sp3 ആണ് കിട്ടുക. sp3 കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും.
ഇനി PtCN4 ആണെങ്കിൽ ഇതേ കോൺഫിഗറേഷൻ, ഇത് 3D8 4:2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 4D8 4:2, ഇത് 5D8 വരും, അങ്ങനെ വരും. അപ്പൊ എനിവേ അവസാനത്തെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ത് തന്നെയാണ്? D8 4:2 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ 2, 4, 6, 7, 8 ദെൻ 4s ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അത് ഇവിടെയും PT-ക്കും 2+ ചാർജ് ഉണ്ട് അല്ലേ, പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. യു വിൽ ഗെറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. പക്ഷെ നിങ്ങൾക്കറിയാം ഈ വരുന്നത് സയനൈഡ് എന്താണ്? സ്ട്രോങ് ലിഗാൻഡാ. അവൻ പറയും ഇയാളോട് ഇങ്ങോട്ട് ചാടിയിട്ട് ഈ റൂം ഫ്രീ ആക്കാൻ വേണ്ടി പറയും. ഐ മീൻസ് മാക്സിമം പെയറിങ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തും. തൽഫലമായിട്ട് what you get is that ഇപ്പൊ 2, 2, 2 ഇവിടെയും 2 ഇത് ഫ്രീ ആയി കിട്ടും. ഇവിടെ പിന്നെ എസിന്റെ ബോക്സ് ഉണ്ട്, അതേപോലെ തന്നെ P ബോക്സ് ഉണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യുക. ഇപ്പൊ 4 ബോക്സ് അല്ലേ നമുക്ക് വേണ്ടത്, കാരണം 4 സയനൈഡാ വരുന്നത്. അങ്ങനെയാകുമ്പോൾ DsP2 അല്ലേ കിട്ടുക. DsP2 കിട്ടിയാൽ ഇവിടെ നിങ്ങൾ നോക്ക്, ദർ ഇസ് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇവിടെ ഒന്നും അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. Therefore the answer is PtCN4 എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. അതേപോലെ തന്നെ NiCl4 പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A filter paper moistened with a ammoniacal sodium nitroprusside solution turns violet on contact with a drop of alkaline sulfide solution. The violet color is due to the formation of 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇത് ഒരു ലെസൈൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ലെസൈൻസ് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിൽ എലമെന്റ്സ് ആയിട്ടുള്ള നൈട്രജൻ, സൾഫർ, ഹാലജനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലെസൈൻ ടെസ്റ്റ്. അതിൽ നൈട്രജനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ട് സോഡിയമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഓർഗാനിക് കോമ്പൗണ്ടിൽ എങ്ങാനും നൈട്രജൻ ഉണ്ടെങ്കിൽ ദാറ്റ് റിയാക്ട് വിത്ത് സോഡിയം റിയാക്ട് വിത്ത് കാർബൺ ആൻഡ് നൈട്രജൻ ടു ഫോം സോഡിയം സയനൈഡ് ആയിട്ട് മാറുന്നു. ഓർഗാനിക് കോമ്പൗണ്ടിൽ എങ്ങാനും സൾഫർ ഉണ്ടെങ്കിൽ ദാറ്റ് വൺ റിയാക്ട് വിത്ത് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Na2S ആയിട്ട് മാറുന്നു. പിന്നെ ഹാലജനൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ പറയുന്നില്ല. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഇത് രണ്ടുമാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് വരുന്ന പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ഇത് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഇഫ് യു ആർ ആഡിങ് FeCl3 പ്ലസ് FeSO4 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങാനും സയനൈഡ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, സയനൈഡ് ഫോം ചെയ്യുക മീൻസ് ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ സയനൈഡ് ഫോം ചെയ്യുള്ളൂ. ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് Fe4 FeCN 6 times thrice. ഈ കോമ്പൗണ്ട് ഉണ്ടാവും, ത്രൈസ് ആണ്. ഇതിന്റെ പേരൊക്കെ നമ്മൾ കഴിഞ്ഞ ലെവൽ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ പറയാ പ്രഷ്യൻ ബ്ലൂ എന്നാ പറയാ. ഇതിന്റെ IUPAC നെയിം അയൺ 3 ഹെക്സാസൈനോഫെറൈറ്റ് 2 എന്നൊക്കെ പറയാ. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾ സൾഫർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ഡൂയിങ് ഇസ് ദാറ്റ് യു ആർ ആഡിങ് Na2 FeCN 5 times NO. ഈ കോമ്പൗണ്ട് ആഡ് ചെയ്യാം. ഈ കോമ്പൗണ്ടിന് പറഞ്ഞ പേരാണ് ഈക്വൽ ടു സോഡിയം നൈട്രോപ്രസൈഡ്. ആക്ച്വലി ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് സൾഫൈഡ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, Na2S ആണ്. അപ്പൊ കിട്ടുന്ന ആൻസർ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് ദാറ്റ് ഇവിടെ Na2 അല്ലേ ഉള്ളത്, ഇത് Na2, ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് Na4 കിട്ടും അല്ലെ. ഇത് രണ്ടും കൂട്ടി Na4 കിട്ടും, ബ്രാക്കറ്റിന്റെ പുറമെ Na4 കിട്ടും. ദെൻ FeCN 5NO ഇങ്ങനെ കിട്ടും. ഒരു സൾഫറും കൂടി ബാക്കിയില്ലേ, ആ സൾഫറും കൂടി ഇരിക്കട്ടെ ഇതിന്റെ കൂടെ, സൾഫർ ഇതിന്റെ കൂടെ ഇരിക്കട്ടെ. ഇതാണ് കിട്ടുന്ന പ്രൊഡക്റ്റ്, ഇതാണ് വയലറ്റ് കളർ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇത്ര മാത്രമേ ഉള്ളൂ. FeCN 5NOS ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ചാർജ് ആണ് ഇവിടുത്തെ ഒരു കുഴപ്പം അല്ലെ. സാധാരണയായിട്ട് ഇതിന്റെ ചാർജ്, എസിന്റെ ചാർജ് 2- ആണ്, യുനോ. NOക്ക് +1 ആണ്, സയനൈഡിന് -1 ആണ്. അങ്ങനെയാകുമ്പോൾ 2- +1 കൂട്ടിയാൽ അല്ല, 2- ഈ 5- കൂട്ടിയാൽ 7- ആയി. 7- ദാറ്റ് ഈസ് ഇവിടുത്തെ ഒരു പ്ലസും കൂടി കൂട്ടിയാൽ യു വിൽ ഗെറ്റ് 6 ആയി. ഇവിടുത്തെ ഒരു +2 കൂടി കൂട്ടാം. ഇതിനോട് Feക്ക് +2 ചാർജ് ആണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ പുറമെ എത്ര നമുക്ക് വേണ്ടി 4- എല്ലാവരും കാര്യം മനസ്സിലാക്കുക, Na4 അല്ലേ ഉണ്ടാകുന്നത്. Na4 ഉണ്ടാകുമ്പോൾ Naക്ക് 4+ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിന് മൊത്തം എത്ര വേണ്ടി വരും? 4- വേണ്ടി വരും. Therefore the answer is this is the answer. FeCN 5NOS 4- ആണ്. അല്ലെങ്കിൽ പുറമെ നിങ്ങൾ ഒരു Na4 കൊടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം നോക്കാം. The magnetic moment of K3 FeCN 6 is
1.73. The total number of unpaired electron is 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഇവിടെ നിങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്. അത്രയും BM ആണ്, ബോർ മാഗ്നറ്റോൺ. ഇനി ആകുമ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാർഡുകാർ ചിന്തിക്കുകയും ചെയ്യേണ്ട. ഒരു കാര്യം ഓർത്തുവെച്ചാൽ മതി. മാഗ്നറ്റിക് മൊമെന്റ് ഈസ് നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് n into n+2 ആണ്. n is number of unpaired electrons. Number of unpaired electrons 1 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 into 1+2 ആണ് കിട്ടുക അല്ലേ? That is equal to 1+2 3. We will get square root of 3. Square root of 3 യുടെ വാല്യൂ അല്ലേ 1.73. അങ്ങനെയാകുമ്പോൾ ഈ കേസിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 1 വരുമ്പോഴാണ് ഈ ആൻസർ കിട്ടുക. ഇനി 2 ഇലക്ട്രോൺസാണ് വരുന്നതെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 into 2+2. You will get 24 സ്ക്വയർ റൂട്ട് ഓഫ് 8 കിട്ടും. That is equal to 2.83 ആണ് കിട്ടുക. ഇനി അതേസമയം 3 അൺപെയർഡ് ഇലക്ട്രോൺസ് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 15 ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.87 ആണ്. അപ്പോൾ 3.87 BM കിട്ടുകയാണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസിനാണ് 3. ഇനി 4 ഇലക്ട്രോൺസ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 24 ആണ് കിട്ടുക. അതിൻ്റെ വാല്യൂ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഏകദേശം 4.9 ആണ് കിട്ടുക. 4 ഇലക്ട്രോൺസ് വരുമ്പോൾ 5 ഇലക്ട്രോൺസ് ആകുമ്പോൾ 5.9 ആണ് വരിക. 5 ഇലക്ട്രോൺസിൽ കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ മെറ്റൽസിൽ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം വാല്യൂ 5.9 ആണ്. ആ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. The pair of metal ion that can give a spin only magnetic moment of 3.9 BM ആണ് for the complex. അപ്പോൾ 3.87 ആണ് നേരത്തെ പറഞ്ഞത്. ദാറ്റ് ഈസ് യു ക്യാൻ ടേക്ക് ആസ് 3.9 ആക്കി എടുക്കാം. 3.9 എപ്പോഴാണ് വരിക? 3 അൺപെയർഡ് ഇലക്ട്രോൺസ് വരുമ്പോഴാണ് 3.9 വരിക. മാത്രമല്ല H2O എന്ത് ലിഗാൻഡാ? വീക്ക് ലിഗാൻഡാ. അപ്പൊ ഈ മെറ്റൽ ആറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് മെറ്റൽ ആറ്റം വരുമ്പോഴാണ് ഈ പറഞ്ഞ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് വരിക നോക്കി വെച്ചാൽ മതി. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. അപ്പൊ 3d7 then 4s2 ആണ് കോൺഫിഗറേഷൻ വരിക. ഇനി ഇവിടുത്തെ കൊബാൾട്ടിന് 2+ ചാർജ് ഉണ്ട്. അപ്പൊ 3d7 ആണ് വരിക. അപ്പൊ വേഗം മനസ്സിൽ വരച്ചു നോക്കണം. 3d7 വരക്കുമ്പോൾ 2 4 then 1 1 1. ഈ കേസിൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ലിഗാൻഡ് വീക്ക് ആയതുകൊണ്ട് പാരിംഗ് ഒന്നും നടക്കുകയല്ല. ആ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് അതേപടി അവിടെ ഉണ്ടാവും. അപ്പം കൊബാൾട്ടിന് ചാൻസ് ഉണ്ട്. ഇനി Fe2+ന്റെ കേസ്, Feയുടെ നമ്പർ 26 ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ Fe2+ ആകുമ്പോൾ 3d6 അല്ലേ കോൺഫിഗറേഷൻ ഉണ്ടാവുക. 3d6 ആകുമ്പോൾ 3d6 മീൻസ് ഇവിടെ തന്നെ വരച്ചേക്കണം. ഒരു ഇലക്ട്രോൺ ഇവിടെ എടുത്ത് കളയണം. ഇത് 3d7ന്റെ. അങ്ങനെ ആകുമ്പോൾ 1 2 3 4 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ Fe2+ പറ്റില്ല. ഇനി നിങ്ങൾ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കൊബാൾട്ട്, ഇനി ഇത് നോക്കി നോക്കൂ നിങ്ങൾ. കൊബാൾട്ട് ഒരു ആൻസർ ആണ് അല്ലേ? അപ്പോൾ കൊബാൾട്ട് ആൻസർ വന്നത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി ഇത് ശരിയാണെന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അടുത്ത് V2+ അല്ലേ ഉള്ളത്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 23 ആണ്. കോൺഫിഗറേഷൻ എന്താ ഉണ്ടാവുക? 3d3 4s2 ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ 2 ഇലക്ട്രോൺസ് പോയാൽ 3d3 അല്ലോടെ നമുക്ക് ബാക്കി ഉണ്ടാവുക. 3d3 വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1 1 1. 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് ഇല്ല. അപ്പം 3 അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് ഇവിടെയും 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇതിനും 3 അൺപെയർഡ്. ദെർഫോർ ദിസ് ഈസ് ദി ആൻസർ. ഈ കേസിലും ഈ കേസിലും 3ൽ കൂടുതൽ അല്ലെങ്കിൽ 3ൽ കുറവോ അൺപെയർഡ് ഇലക്ട്രോൺസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. Among the following, the total number of paramagnetic compound among NiCO4, NiCl4 2-, Na3COF6, Na2O2, CSO2, the total number of paramagnetic compound is, അതാണ് ചോദ്യം. ഒന്നാമത്തത് നമുക്ക് അങ്ങനെയാകുമ്പോൾ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഐഡിയ ഉണ്ടായിരിക്കണം. നിക്കലിന്റെ നമ്പർ 28, കോൺഫിഗറേഷൻ 3d8 4s2. നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. 3d8 4s2 വരക്കുമ്പോൾ 3d8 ദാറ്റ് ഈസ് ഇങ്ങനെ 2 4 6 7 8. ഇറ്റ് ഈസ് 4s ആണ്. 4s2 ദെൻ 4p ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ഇവിടെ ഉണ്ട്. കാർബൺ മോണോക്സൈഡ് എന്ത് ലിഗാൻഡാ? സ്ട്രോങ് ലിഗാൻഡാ. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. അതായത് ഇവിടെ നിക്കലിന് ചാർജ് ഇല്ല. നിക്കലിന്റെ ചാർജ് 0 ചാർജ് ആണ്. കാർബൺ മോണോക്സൈഡിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, മറ്റേ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ കോൺഫിഗറേഷൻ നമുക്ക് എന്തായിട്ടാണ് മാറുക? ദാറ്റ് ഈസ് 2 4 6 8 10. ദെൻ 4s-ഉം ദെൻ 4p ആണ് ഇവിടെ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഈ വരച്ചതിൽ എവിടെയും അൺപെയർഡ് ഇലക്ട്രോൺസിനെ കാണുന്നില്ല. അതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക്. അപ്പോൾ അതിനെപ്പറ്റി നോക്കണ്ട. ഇറ്റ് ഇസ് നോട്ട് പാരാമാഗ്നറ്റിക്. ഇനി NiCl4 2- ആ.
NIയുടെ നമ്പർ എത്രയാ 28. പക്ഷേ ഇവിടെ NIക്ക് ഒരു +2 ചാർജ് ഉണ്ട് അല്ലേ? അപ്പോൾ NIക്ക് 2+ ചാർജ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസിനെ പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 3d8 ഇങ്ങനെയല്ലേ വരക്കുക. 3d8 യു ക്യാൻ ഡ്രോ, ദാറ്റ് ഈസ് 1 2 3 6 7 8 നേരത്തെ വരച്ച തന്നെ. ദെൻ 4s ഉം 4p ഒക്കെ അവിടെ ഉണ്ട്. ഇനി നോക്കുക, ക്ലോറിൻ വീക്കിലി കണ്ടല്ലേ, അതിന് പെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ പെയർ ചെയ്യാതെ കിടക്കും. ബാക്കി എസും 3p കൂടി ചേരുക. അപ്പോൾ sp3 ആണ് അവിടെ ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ദെർഫോർ ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി Na3COF6 ആണെങ്കിൽ കൊബാൾട്ടിന്റെ നമ്പർ എത്രയാ? 27 ആണ്. ഈ കേസിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ 3d7 4s2 ആയിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ 2 ഇലക്ട്രോൺസ് ഇവിടുന്ന് പോകും, 1 ഇവിടുന്ന് പോകും. അപ്പം 3d6 ആണ് കിട്ടുക അല്ലേ? 3d6 ആണ് കിട്ടുക. ദാറ്റ് ഈസ് 2 4 ഇങ്ങനെ കിട്ടും. 3d6 കിട്ടും. നോക്കുക, ഫ്ലൂറിൻ വീക്കിലി കണ്ടല്ലോ. അങ്ങനെയാകുമ്പോൾ പെയറിംഗ് ഒന്നും നടക്കൂല. ഉള്ള പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് അതേപടി അവിടെ ഉണ്ടാവും. ദെർഫോർ ഇറ്റ് ഈസ് അഗൈൻ പാരാമാഗ്നറ്റിക്. ഇനി ഈ കേസിലും ഈ കേസിലും നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? Na2O2 വിഘടിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? Na2O2 വിഘടിക്കുമ്പോൾ എന്തൊക്കെയായിട്ടാണ് മാറുമെന്ന് അറിയാം. 2Na+ O2 2- ആയിട്ട് മാറും. ഇതിന് പറയുക പെറോക്സൈഡ് ആണെന്നാണ് പറയാം. നമ്മൾ ഈ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം, അതായത് കെമിക്കൽ ബോണ്ടിലെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നുകിൽ ഈവൻ അല്ലെങ്കിൽ 10 16, ക്ഷമിക്കണം, ഒന്നുകിൽ ഓഡ് അല്ലെങ്കിൽ 10 16. ഈ ഈവൻ നമ്പർ വരികയാണെങ്കിൽ അത്തരം മോളിക്കൂളൊക്കെ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതേസമയം ബാക്കി എല്ലാ ഈവനും 10ഉം 16ഉം ഒഴികെയുള്ള ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സ് ഉള്ള മോളിക്കൂളും എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ O2 എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ മതി നിങ്ങൾ. O2ക്ക് 16 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ O2 2- 16 2 18 ഉണ്ട്. 18 ഒരു ഈവൻ നമ്പറാ. ഈ 10ലും 16ലും പെടുന്നുമില്ല. അതുകൊണ്ട് അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. Therefore Na2O2 is a diamagnetic. ഇനി CsO2യുടെ കേസ് ആണെന്നിരിക്കുക. അതെങ്ങനെ ഉണ്ടാവുക? CS+ അല്ലേ? അങ്ങനെയാകുമ്പോൾ O2ക്ക് മൊത്തം മൈനസാ. ഇത് പെറോക്സൈഡ് ആണെങ്കിൽ ഇത് നമ്മൾ പറയാം സൂപ്പർ ഓക്സൈഡ് എന്നാ പറയാം. സൂപ്പർ ഓക്സൈഡ് വരുമ്പോൾ O2- ആണ് പറഞ്ഞിരിക്കുന്നത്. O2ക്ക് 16. അപ്പോൾ O2- 17 ഇലക്ട്രോൺസ് ഉണ്ടാവുക. 17 ഇലക്ട്രോൺസ് എന്ത് നമ്പറാ? ഒരു ഓഡ് നമ്പറാണ്. Therefore it is paramagnetic. അപ്പൊ ഇതും പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ 1 2 3. അപ്പൊ 3 എണ്ണമാണ് ഇവിടുത്തെ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ എണ്ണം. ഓക്കെ, 10ാമത്തെ ചോദ്യമാണ്. ഓൺ ട്രീറ്റ്മെന്റ് ഓഫ് 100 ml ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് COCl3 6H2O, അതാണ് അതിന്റെ ഫോർമുല, വിത്ത് എക്സസ് ഓഫ് AgNO3 1.2 into 10⁻22 ions are precipitated. The complex is. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ലെസൺ 1 ചെയ്തിട്ടുണ്ട്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് AgNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ AgCl ആയിട്ട് ഫോം ചെയ്യണം. അതാണ് എൻ്റെ ഉത്തരം. AgCl ആയിട്ട് ഫോം ചെയ്യണം. അപ്പൊ ചോദ്യം ഇതാണ്, എത്ര Cl അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്യും? അല്ല, ഇത്ര മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം, കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറമേയുള്ള ക്ലോറൈഡ് മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ക്ലോറിൻ ഉണ്ട് ഇവിടെ ക്ലോറിൻ ഇല്ല. ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ എത്ര ക്ലോറിനാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്നത് 100 ml എന്തുണ്ട്? 0.1 മോളാർ COCl3 then 6H2 ആണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കേണ്ടത് ഇത് എത്ര മോളാണ് നോക്കണം. നമ്മൾ പഠിച്ചിട്ടില്ലേ, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ml ആണ് മൊളാരിറ്റി. അപ്പോൾ ഇവിടുത്തെ മൊളാരിറ്റി 0.1 നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോളിയം എത്രയാണ്? 100 ml. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് വരണം, ഇതിങ്ങോട്ടും വരണം അല്ലേ? അങ്ങനെയാകുമ്പോൾ 100 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. ഇത് ചെയ്താൽ വിൽ ഗെറ്റ് 1000 ചെയ്യുമ്പോൾ താഴത്തെ 10 ബാക്കിയാവും. 0.1 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.01 മോളാണ്. അതായത് 0.01 മോള് COCl3 6H2 നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് എത്ര അയോൺസാ? 1.2 ഇൻറ്റു
10⁻22 അയോൺസുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എത്ര മോളാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നോ 6.022, അത് ഞാൻ തൽക്കാലത്ത് വിട്ടിട്ട് 6 × 10⁻23. അപ്പോൾ 022 ഒഴിവാക്കിയിട്ട് എണ്ണത്തിന് പറയുന്ന പേരല്ലേ വി കോൾ ഇറ്റ് ആസ് ഒരു മോൾ എന്ന് പറയാം. ഈ ഒരു എണ്ണത്തിന് നമ്മൾ ഒരു മോൾ എന്ന് പറയാം. അപ്പോൾ ഒരെണ്ണം എന്ന് വെച്ചാൽ 1/6 × 10⁻23 മോളാണ്, നിങ്ങൾക്കറിയാം. അങ്ങനെ ആകുമ്പോൾ ഇത്രയും അയോൺസ് എന്ന് വെച്ചാൽ 1.2 × 10⁻22 അയോൺസ് എന്ന് വെച്ചാൽ 1.2 × 10⁻22 ഡിവൈഡഡ് ബൈ 6 × 10⁻20. ഇത് 22 ആണ്, താഴത്തെ 23 മോളാണ്. മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ ഇത് ഒന്നുകൂടി നമ്മൾ ചെയ്യുമ്പോൾ 1.2 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം. ദാറ്റ് ഈസ് 1.2 ഡിവൈഡഡ് ബൈ 6 മീൻസ് 12/6 2 ആണ്. അപ്പോൾ 1.2 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 0.2 ആണ് കിട്ടുക. 0.2 × 10⁻22 × 10⁻23 ഉണ്ട്. അപ്പോൾ ഒരു 10 താഴെ ബാക്കി ഉണ്ടാവും. അപ്പോൾ 0.2 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.02 ആണ്. എന്ന് പറഞ്ഞാൽ 0.01 മോള് ആ കോമ്പൗണ്ടിൽ നിന്ന് 0.02 മോള് അയോണുകൾ, ക്ലോറൈഡ് അയോണുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 0.01 മോളിൽ നിന്ന് 0.02 മോൾ ക്ലോറൈഡ് ആണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ഒരു മോളിൽ നിന്ന് 2 മോളായിരിക്കും. ഇത് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിച്ചാൽ ഇത് 1 ആവും. ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ ഇത് 2 ആവും. അപ്പോൾ 1 മോൾ കോമ്പൗണ്ടിൽ നിന്ന് 2 മോൾ ക്ലോറൈഡ് ആണ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ ഇതൊക്കെയാണ് ഫോർമുല. നിങ്ങൾക്കറിയാം സ്ക്വയർ ബ്രാക്കറ്റിന് പുറമേയുള്ള ക്ലോറൈഡ് ആണ് മാത്രമല്ലേ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്ലോറൈഡ് ആണ് മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ 1 മോൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് 1 ക്ലോറൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ക്ലോറൈഡ് ആണ് പുറത്തില്ല, അതുകൊണ്ട് there will be no precipitation. ഇവിടെ 3 ക്ലോറൈഡ് അയോൺ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ 1 മോൾ ഈ മോളിക്കൂളിൽ നിന്ന് 3 മോൾ ക്ലോറൈഡ് ആണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ അതുമല്ല ശരി. ഈ കേസിന് കാണാൻ പറ്റും 2 ക്ലോറിൻ അല്ലേ പുറത്തുള്ള. അപ്പൊ അതായത് 1 മോൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് 2 മോൾ ക്ലോറൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത്. Therefore this is the answer. ഓക്കെ, ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് 11ാമത്തെ ചോദ്യം ഇതാണ്. The tetrachloro complexes of Ni2 and PD2 are, അതിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 28ഉം 46 റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻ എ പാരാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. ടെട്രാക്ലോറോ കോംപ്ലക്സസ് ആണ് 4 ക്ലോറിൻ വരുന്നത്. The ion with the highest magnetic moment is, option A Cr H2O 6 times 3 plus, option B Fe H2O 6 times 2 plus, option C Fe Cn6 4 minus, option D NiCO 4 times. ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവുക? ഹയസ്റ്റ് അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചാൽ മതി. Among the following complex, അതിൽ K3FeCN6, അത് K എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചു. CONH3 6 times Cl3, L എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ചു. Na3COOX thrice, OX means oxalate, M എന്നാണ് ലെറ്റർ ഉപയോഗിച്ചു. NiH2O 6 times Cl2, N ലെറ്റർ. K2PtCN4O ലെറ്റർ. ZnH2O 6 times NO3 twice, അത് MnOP ലെറ്റർ ആയിക്കോട്ടെ. ഈ തന്നതിൽ ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ എന്തെന്നാണ് ഡയാമാഗ്നറ്റിക് ആണ്. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഡയാമാഗ്നറ്റിക്? അതുകൊണ്ട് ഓപ്ഷൻ എ KLMN, ഓപ്ഷൻ ബി KMOP, ഓപ്ഷൻ സി LMOP, ഓപ്ഷൻ ഡി LMNO. അത് എത്രാമത്തെ ക്വസ്റ്റ്യനാ? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ദിസ് ഇസ് 13th ക്വസ്റ്റ്യൻ, സോറി. 14ാമത്തെ ക്വസ്റ്റ്യൻ. ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഒക്ടാഹെഡ്രൽ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ഈസ് 5.9 pm. The suitable ligand for this complex is, option A Cn minus, option B ethylene diamine, option C NCS minus, option D carbon monoxide. 15ാമത്തെ. The complex ion which has no d electron in the center metal atom. Option A MnO4 minus, option B CONH3 6 times 3 plus, option C FeCN6 3 minus, option D CrH2O 6 times 3 plus. Okay. 16ാമത്തെ question. What is the magnetic moment and hybridization of
ബ്രൗൺ റിംഗ് കോംപ്ലക്സ്. ഇതാണ് ബ്രൗൺ റിംഗ് കോംപ്ലക്സ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്നോട് ചാർജ് +1 ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ മാഗ്നറ്റിക് മൊമെന്റും കാണണം. സ്ക്വയർ റൂട്ട് ഓഫ് 3bm dsp3, സ്ക്വയർ റൂട്ട് ഓഫ് 3bm d2sp3, സ്ക്വയർ റൂട്ട് ഓഫ് 15bm d2sp3, സ്ക്വയർ റൂട്ട് ഓഫ് 15bm sp3d2 നിങ്ങൾ കണ്ടുപിടിക്കുക. 16. 17. The highest the value of spin only magnetic moment among all the transition metal complexes 5.92, 3.87, 6.93, 4.9 ആ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. 17. 18th question. In NiCl4 2- and NiPPH3 twice Cl2, the geometries are both are tetrahedral, square planar and tetrahedral respectively. Both are square planar, tetrahedral and square planar respectively. 19th. The spin only magnetic moment of CrCO6 is 0 ഉണ്ട്, 2.84 ഉണ്ട്, 4.9 ഉണ്ട്, അതേപോലെ തന്നെ 5.92 ഉണ്ട്. ഇതിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാം. 20th. A metal complex have the composition CrNH3 4 times Cl2Br has been isolated in two forms A and B. The form A react with AgNO3 to give a white precipitate readily soluble in dilute ammonia, whereas B gives a pale yellow precipitate soluble in concentrated ammonia. Give the formula of A and B. Find out their hybridization. Calculate their magnetic moment also. ഇതിന്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ ആൻസേഴ്സുകൾ കിട്ടിയിട്ട് ഇതിന്റെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ അയച്ചു തന്നാൽ ഞാൻ ആൻസറുകൾ വെരിഫൈ ചെയ്ത് പറഞ്ഞിരുന്നതായിരിക്കും. 9592. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന 10 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് മാത്രം ഇവിടെ പറയാം. ഓക്കെ, ലെവൽ 1-ലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്. CO 11th ക്വസ്റ്റ്യൻ ആൻസർ, ദാറ്റ് ഇസ് CONH3 5 times Cl സ്ക്വയർ ബ്രാക്കറ്റിന് പുറമെ Cl2. 12th ക്വസ്റ്റ്യൻ ആൻസർ +1. 13 ആകുമ്പോൾ K4 FeCN6. 14 K2SO4 L2SO4 ത്രൈസ് ഉണ്ട്, L2SO4 ത്രൈസ് 24H2O ആലം എന്ന് പറയാം. 15 കൊബാൾട്ട് 3 അയോൺ. 16 പേര് പറയാനുള്ളതായിരുന്നു, പെൻഡമീൻ നൈട്രിറ്റോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, കോർഡിനേഷൻ നമ്പർ 6. 17 ടെട്രമീൻ കാർബണേറ്റോ ക്രോമിയം 3 ക്ലോറൈഡ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, കോർഡിനേഷൻ നമ്പർ 6. കാർബണേറ്റ് ഗ്രൂപ്പ് ഈസ് എ ബൈഡന്റേറ്റ് ഗ്രൂപ്പ്, അതുകൊണ്ടാണ്. 18th പൊട്ടാസ്യം സൾഫേറ്റോ SO4 എന്ന് പറയാ, സൾഫൈറ്റോ SO3ക്ക് പറയാ, S2O3ക്ക് പറയാ തയോ സൾഫേറ്റോ. എല്ലാം തന്നെ ബയോഡന്റേറ്റഡ് ആണ് ആക്ട് ചെയ്യുന്നത്. മാംഗനേറ്റ് 3 എല്ലാത്തിൻ്റെയും ചാർജ് 2- ആണ്. അപ്പം +3 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും, ബിക്കോസ് എല്ലാം ബയോഡന്റേറ്റ് ആയതുകൊണ്ട്. 19th ഡൈക്ലോറോ ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ പ്ലാറ്റിനം 2 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 ആണ് കോർഡിനേഷൻ നമ്പർ. 20th അമോണിയം ഹെപ്റ്റാഫ്ലൂറോ സിർക്കോണേറ്റ് 3. അമോണിയം NH4 പ്ലസ് ചാർജ് ആണ്, NH4 പ്ലസ് ചാർജ്, അതുകൊണ്ടാണ്. ഇത്രയാണ് ആൻസേഴ്സുകൾ. ഓക്കെ, താങ്ക് യു.